അതിന് വേറെ തിന്നാൻ കിട്ടാണ്ടല്ല. ഈ മത്സരബുദ്ധിയുള്ള ആ വ്യക്തികളുടെ ആ മത്സരബുദ്ധി തീർക്കാനാണ് ഗോമേതം. അശ്വമേധം എന്ന് പറഞ്ഞ ആഗ്രഹങ്ങൾ, കാമം, ഇതുപോലത്തെ രാസകം എന്ന് പറഞ്ഞാൽ കഴുത, അടിച്ചമർത്തപ്പെട്ട ക്രോധം. രാസകം കഴുതത്തിന്റെ പ്രതീകമാണെന്ന് ചോദിച്ചാൽ, കഴുതയ്ക്ക് കൊമ്പില്ല, കുളമ്പ് ശക്തിയില്ല, ഒന്നുമില്ല. അതിന് ദേഷ്യം വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? അത് ഇങ്ങനെ ഉള്ളില് നിർത്തി പിന്നെ ഒന്നിനും വരാണ്ടേ. ഇപ്പൊ പുതിയ ഭാഷയിൽ പറഞ്ഞ ഹൈലി ഡിപ്രസ്ഡ് ആവും. കാരണം എന്തുകൊണ്ടാണ്? ഒന്നും പ്രകടിപ്പിക്കാൻ പറ്റാതെ കുറച്ച് കഴിയുമ്പോൾ ഒരു ഭാഗത്ത് ഉണ്ടാതെ കിടക്കണ രീതി. ഇതാണ് കഴുതയുടെ രീതി. ഇതിന് മനസ്സിലാക്കാനും താല്പര്യമില്ല, പ്രവർത്തിക്കാനും താല്പര്യമില്ല. ഒരു ഭാഗം തന്നെ നിൽക്കും. എത്ര ഇടിച്ചാലും അവിടെ തന്നെ നിന്ന് കാലോട്ട് തട്ടുന്നല്ലാണ്ട് അവിടുന്ന് മാറില്ല. അങ്ങനെയാണ് ഈ കഴുത. ഈ കഴുതയുടെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ, സപ്രസ്ഡ് തോട്ട്സ്. അപ്പൊ അതിനെയാണ്, അത് ഒഴിവാക്കാനാണ് രാസപമയം. ഇവിടെ ഈ പ്രാചീന കൃഷി ചെയ്യുന്നതായ ഈ യാഗങ്ങളിലൊക്കെ ജീവജാലങ്ങളെ ഒതുക്കണം കണ്ടപ്പോഴാണ് നാരദ ഋഷി വന്ന് അത്